ഹലോ. പണം ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 ആയി. നീ എന്താടാ വെളച്ചിലെടുക്ക? തനിക്കൊരു പേരക്കുട്ടി ഉണ്ടല്ലോ. അവൻ ഏത് സ്കൂളിലാണ്? ശാലോം സ്കൂളിലല്ലേ പഠിക്കുന്നേ? അവൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാണണോ അതോ പാക്ക് ചെയ്ത് അയക്കണോ? അവനെ ഒന്നും ചെയ്യാൻ കൊടുക്കരുത്. എത്ര പണം വേണമെങ്കിലും തരാം. അങ്ങനെ വഴിക്ക് വാടോ സേട്ടെ. 1 മണിക്കൂറിനുള്ളിൽ സിറ്റി സെന്ററിൽ ആൾക്കാർ വരും. കാശ് കൊണ്ട് താൻ വരണം. ശരി ശരി, കൊണ്ടുവരാം. സണ്ണി ബാബു, ചേട്ടാ നീ സിറ്റി സെന്ററിൽ ചെന്ന സേട്ടുവിന്റെ ഇന്ന് കാശ് മേടിച്ചോണ്ട് വേടാ. ശരി ഏട്ടാ. സത്യ കബീറിന്റെ ആളിനെ വിളിക്കേ. അണ്ണാ, നീ അവനോട് സിറ്റി സെന്ററിലേക്ക് പോ. ആരുടെയും കണ്ണിപ്പെടാതെ മാറിയെന്ന് വാച്ച് ചെയ്താൽ മതി. ഏതോ ഒരുത്തന റസൂലിന്റെ ഗ്യാങ്ങിൽപ്പെട്ട 4 എണ്ണത്തിനെ തട്ടിയിട്ടുണ്ട്. നമ്മളും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. പണം കൈമാറുന്നവരെ നീ അവിടെ തന്നെ ഉണ്ടാവണം. ഓ ചേട്ടാ സേഫാണ്. കാശ് കൈ കിട്ടി. നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക്. സണ്ണിച്ചായോ, ഏതോർത്തും സിറ്റിയിലുള്ള ഗുണ്ടകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുക. ആ റസൂലിന്റെ ഗ്യാങ്ങിൽപ്പെട്ട 4 പേരെയും ഇതുപോലെ കാശ് കൊടുത്തോണ്ട് പോകുന്ന വഴിക്കാ തട്ടിക്കളഞ്ഞത്. എന്തോടാ പറഞ്ഞു പേടിപ്പിക്കുക? ചുമ്മാ ഒരു സണ്ണിച്ചായനാ പേടി. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു. ഈ ചായ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എടാ പ്രാഞ്ചി, പുറകെ വന്നു വെച്ചാൽ ഫോളോ ചെയ്യുന്ന അവന്മാരെ കേറ്റിവിടാ ചായ. നമുക്ക് വണ്ടി സൈഡിലോട്ട് ഒതുക്കി ഒന്ന് മുള്ളിയേച്ചും പോവാന്നേ. അവന്മാരെ പേടിച്ച് മുള്ളാൻ നിർത്തണോടാ. നിർത്തിയില്ലെങ്കിൽ ഞാൻ വണ്ടി തന്നെ മുള്ളു ചായ. ദിവസവും 10-15 പ്രാവശ്യം മുള്ളുന്നത്. ആച്ചാൻ ആ സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കിക്കേ. ഇനി നിനക്ക് മുള്ളണ്ടല്ലോ മോനെ. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പേടിയോ? ഒന്ന് ചുമ്മാ ഇരിയന്റെ സണ്ണിച്ചായ. നമ്മൾ കാണാത്ത കൊലയോ? അന്നൊന്നും നമ്മൾ പേടിച്ചിട്ടില്ലല്ലോ. അച്ചായനൊന്നും ആലോചിക്കേണ്ട, വണ്ടി അവന്മാരുടെ പുറകെ വിട്. വഴിക്കിട്ട് അവന്മാരെ വെട്ടി പൊളക്കം നമുക്ക്. ഷോസ്നേഗറിന്റെ കസിൻ ബ്രദറാ. ഡീറ്റെയിൽസ് വേണോടാ? ക്യാഷ് ബാഗ് എവിടാ? ബാലുഭായിയെ കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാ ഈ ചെയ്തനെല്ലാം നീ ശരിക്കും അനുഭവിക്കും. ബാക്കിയുള്ളവൻ പറയുന്നത് കേൾക്കാതെ വലിയ പുള്ളി കളിച്ചു. എന്റെ പൊന്നു ചേട്ടായി, എന്നെ കൊല്ലല്ലേ ചേട്ടായി. ഈ തെണ്ടികളുടെ കൂടെ കൂട്ടുകൂടലെന്ന് എന്റെ ഗേൾഫ്രണ്ട് അന്നേ പറഞ്ഞതാ. ഞാൻ കേട്ടില്ല. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. നിന്റെ ഈ നാടകം എന്നെ കണ്ടിട്ടോ അതെ എന്റെ ഈ ഗണ്ണ് കണ്ടു? ചാകാൻ പോകുന്ന നേരത്തെ ആരെങ്കിലും നാടകം കളിക്കോ ചേട്ടായി? പേടിച്ച് ഞാനിവിടെ പുള്ളി പോയി. സംശയം ഉണ്ടായി നോക്കിക്കാം. അവന്റെ കാല് പിടിക്കുന്ന പട്ടി കഴിവേറി. എടാ ചേട്ടെ, തോക്കിന്റെ മുന്നിൽ നിന്നിട്ട് നിന്റെ അഹങ്കാരം തീർന്നില്ലടാ. എന്താടാ എന്താടാ നിന്ന് ചെറിയുന്നേ? ചേട്ടായിയോട് ഞാനിന്ന് മൂളിയാ മതി. ചേട്ടായി, ആ ജീവന്റെ പണി തീർക്ക്. എന്നെ മാത്രം ഒന്നും ചെയ്യല്ലേ ചേട്ടായി. എടാ മണകുണാഞ്ച, ഇത്രയും ചെറിയ കോപ്പും വെച്ചോണ്ട് ഇപ്പൊ വെടിവെക്കും പറഞ്ഞ് എന്തൊരു നെകളിപ്പായിരുന്നു. തീർന്നോളാ നിന്റെ സോക്കേട് അല്ലയോ സണ്ണിച്ചായ? സോറി സണ്ണിച്ചായ, ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലായിരുന്നു. കണ്ണുടച്ച് വിശ്വസിച്ചവൻ. യവന്റെ ഒരു പടം എടുത്ത് നമുക്ക് മാലയിടാം. ആരാടാ പുല്ലേ നീ? എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ. വളർന്നോടാ. രണ്ട് കണ്ണ് കയ്യിലുണ്ടെന്നൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ചേട്ടായി. ഈ കാല് ഒന്നുകൂടെ തൊട്ടോ. നല്ല ആർട്ടിസ്റ്റ് ആണല്ലോടാ നീ. എവിടുന്നാ പഠിച്ചേ? കലാമണ്ഡലത്തിന്ന. ഇപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ? അവന്മാരെ അങ്ങ് തട്ടിയേക്ക്. എന്നെ വെറുതെ വിട്. ചേട്ടന്റെ കൂടെ എന്നെയും കൊണ്ടുപോകുവോ? റോയ് സാർ വന്നു. നമ്മൾ രക്ഷപ്പെട്ടു. റോയ് സാറേ, അവന്റെ തലമട്ട വെടിവെച്ച് തകർക്ക്. റോയ് സാറേ, വെക്ക്. അയ്യോ സണ്ണിച്ചായ, സാറിനോട് പറ. സിറ്റിയിലുള്ള ഗുണ്ടകളെ മുഴുവൻ കൊല്ലുന്ന ഇവനാ. റസൂൽ ഗ്യാങ്ങിലുള്ളവരെ കൊന്നത് ഇവൻ തന്നെ.
ആലോചിച്ച് നിൽക്കാതെ കൊല്ലു സാറേ അവനെ. പാവം ഒരുപാട് ആഗ്രഹിച്ചല്ലേ, കൊന്നേക്ക. ചേട്ടായി, നിങ്ങൾ ആരാ? റോയ് സാർ നിങ്ങളുടെ ആരായിട്ട് വരും? തൽക്കാലം നീ അത് അറിയണ്ട, പോയി ക്യാഷ് ബാഗ് എടുത്തോണ്ട് വാടാ. ശരി ചേട്ടായി. ചേട്ടായി, എന്താടാ എന്നെ വെറുതെ വിട്ടല്ലേ? ആദ്യം ഷൂട്ട് ചെയ്ത് നിന്നെയാടാ. നിന്റെ പൊണ്ണത്തടി കാരണം നീ അത് അറിയാത്തതാ. സണ്ണിച്ചായ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നേ. ഇത് നിനക്ക്, ഇതെനിക്ക്. എനിക്കിത് വേണ്ട സാർ. ഞാൻ പണത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് SI ആയാ മതി. നരസിംഹ, നീ SI ആയി കഴിഞ്ഞാൽ എന്താണോ നിന്റെ പണി? ആ പണി തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താടാ വ്യത്യാസം? ഉണ്ട് സാർ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യത്തെ പറ്റി എനിക്ക് എന്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതേ കാര്യം യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്താ എന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. 2 വർഷമായിട്ട് ഞാൻ അത് ചെയ്യല്ലേ സാർ. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ SI റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നന്ദു, എന്തിനാടി ഇവൻ ഇങ്ങനെ നോക്കുന്നത്? ഡാഡി മിണ്ടാതിരിക്ക. ഇവൻ കാരണമല്ല എന്റെ ഡാൻസ് പ്രോഗ്രാമിന് ഡാഡി വരാതിരുന്നേ. സോറി, ഞാനത് മറന്നുപോയി മോളെ. ഇവനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴും SI ആവാൻ നടക്കുക? എന്റെ അച്ഛനെ വിശ്വസിച്ചാ നീ ഒരു കോൺസ്റ്റബിൾ പോലും ആവില്ല. പിന്നെ പോലീസുകാർക്ക് പൊതുവെ പെണ്ണ് കിട്ടാനും പാടാ. അപ്പോ നിന്റെ അച്ഛനെ പെണ്ണ് കിട്ടിയതോ? അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഡാഡി, ഞാനൊരു വേസ്റ്റാ എന്ന് ഞാൻ പറഞ്ഞോ? ശരി, ഇവളെയും കൂട്ടിക്കൊണ്ട് അകത്ത് പോ. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, സാറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ റസൂൽ സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ട നിങ്ങളാണ് സാർ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ റിസ്ക് നിങ്ങൾക്കാ. ബാലുഭായ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. അനുഭവം ഗുരു. കുജേ, നമ്മൾ 2 കോടി ചോദിച്ചു, അവൻ 4 പേരെ തട്ടി. ഇവൻ 1.5 കോടി ചോദിച്ചു, അവൻ 3 പേരെ തട്ടി. ഇനി 1 രൂപ പോലും ചോദിക്കണ്ട. ചോദിച്ചാൽ നമ്മൾ ആരും ഇനി ബാക്കി ഉണ്ടാവില്ല. നീ എന്ത് പറയുന്നു? ഇതൊരു കൈവിട്ട കളിയാണ് മോനെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പണി കിട്ടുമ്പം പഠിച്ചോളും. എന്റെ ആളുകളെ കൊന്നവൻ തന്നെയാണ് നിങ്ങളുടെ ആളുകളെയും കൊന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും അവനെ വേണം. നമ്മുടെ കൈ കൊണ്ട് അവനെ കൊല്ലണം. നമ്മുടെ ആളുകളെ കൊന്നവനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പോയ 3 പേരെ അവൻ കൊന്നളഞ്ഞു. എന്റെ അനിയനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാ കൂടെ പോയത്? ഇവനാരെയും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ലണ്ണ. എടാ കോപ്പ ശരിക്കൊന്ന് ഓർത്തു നോക്ക്. അവൻ ദൂരെയും ആയിരുന്നിരിക്കില്ല, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ ആളുകൾ എവിടെയൊക്കെ പോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലണ്ണ. ശരിക്കും ഓർത്തു നോക്ക്. ഏതോ ഒരുത്തൻ ഒറ്റയ്ക്ക് നമ്മുടെ ആളുകളെ ഫോളോ ചെയ്ത് അവിടേക്ക് കറങ്ങി നടന്നു. കമോൺ, തിങ്ക് 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 തിങ്ക്. ഓർമ്മ വന്നെണ്ണ, ഒരുത്തൻ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ക്യാഷ് എടുത്തോണ്ട് പോകുന്നവരെ അവൻ പുറകെ ഉണ്ടായിരുന്നെണ്ണ. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. നീ എന്നോട് ഞാൻ ചോദിക്കാം. റിലാക്സ് ബാലുഭായ്, റിലാക്സ്. അവനെ ഇനി കണ്ട നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണ്ണ. അങ്ങനെ മറക്കുന്ന മുഖമല്ല അവന്റെ. എങ്ങനെ ഇരിക്കും അവൻ? ഗുരുദേവ, ഇതാണ് ലാസ്റ്റ്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാരി ഇതോടെ നിർത്തി. അതൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടൂടാ. എന്നാലും ദുർഗന്ധം ഇപ്പൊ സഹിക്കണ്ടേ? എടാ, കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ലാന്ന് നിർബന്ധം പിടിക്കരുത്. അതല്ല വിവരദോഷം പറയാതിരിക്കുക. വിവരദോഷം കാട്ടല്ലേ? ഒന്നും മിണ്ടണ്ട, വരിക. ക്ഷമിക്കേ ബാലുഭായി, നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോ അനിയൻ മരിച്ചുപോയത് സങ്കടായി. അതിന് അല്ല, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. എടാ ചാരി, കർമ്മങ്ങൾ തുടങ്ങുക, വേഗം ആയിക്കോട്ടെ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനായ സർവവിഘ്നോപശാന്തേ. അതെ, ഈ അരി അങ്ങോട്ട് വാങ്ങുക, ആ ശവങ്ങളുടെ വായിലേക്ക് അങ്ങോട്ട് ഇടുക. ഓം വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം ദാമോദരായ നമഃ. ആ, ഇത് 3 എടുത്തോണ്ട് പോയി കത്തിച്ചു കളയാ. അല്ലല്ല, നോമ്പ് ഉദ്ദേശിച്ചത് ദഹിപ്പിക്കുക എന്നാണ്. ഇത്ര പെട്ടെന്നോ?
വായിക്കരിയിട്ടതല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അരി വേവിച്ച സാമ്പാറും തോരനും കൂട്ടി ഒരു സദ്യ കൊടുത്തു വിടാം. ബാലുഭായ്, ആ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കില്. സക്കീറേ, റൗഡികളാണെങ്കിലും സിനിമാക്കാരെ പോലെ തെണ്ടികളല്ല. കർമ്മം ചെയ്യാൻ വന്നവനെ കൊലയാളിയാക്കുന്നുടാ പന്നം. എന്താ, എന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു സംശയം വേണ്ടണ്ണ, ഇവൻ തന്നെയാ ഈ കുടുംബിയാന്നവൻ ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുകയായിരുന്നു. നീ വെറുതെ ചൂടാവണ്ട. ഇതൊരു നിസ്സാര കാര്യമല്ല, സീരിയസ് കാര്യമാ. പൂജാരിയാണെന്ന് കരുതി അവനെ വെറുതെ വിടരുത്. അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് അവിടുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം. പാടാ പിള്ളേരെ. ഞാഹുവിന്റെ അപഹാരം കാണുന്നുണ്ട്. നിങ്ങളുടെ മോനെവിടെ? നമ്മുടെ മോനല്ല, ജാതകം നോക്കണം നോമ. അല്ല, നിങ്ങളുടെ മോൻ എവിടെ? നോം പറയണത് അങ്ങോട്ട് കേൾക്ക. പറഞ്ഞോളൂ. നിങ്ങളുടെ ഒന്ന് വീക്ക് ഒന്ന് സ്ട്രോങ്ങാ. ഏത് വീക്ക് ഏത് സ്ട്രോങ്? ശുക്രൻ വീക്ക്, ശനി സ്ട്രോങ്ങാ. ഈ വർഷം നിങ്ങൾക്ക് ബഹുമോശ. അടുത്ത വർഷം ഇതിനേക്കാളും മോശ. ഈ അടുത്ത കാലത്തൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്പം മാറ്റം അടുത്ത വർഷ. മിക്കവാറും കുത്തുപാള എടുക്കും. ആ, ഈ കാപ്പി കുടിച്ചോളൂ. താനാരാ? അതെ, തന്നെ ഞാൻ എവിടെയോ കണ്ടിരിക്കണു. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ.